ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി ക്രെറ്റ 2024 ഫേസ് ലിഫ്റ്റിൻ്റെ വീഡിയോ ആണ്. സോ സ്ട്രൈറ്റ് അവേ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ബേ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, ഇതാണ് അതിൻ്റെ എഞ്ചിൻ ബേ. ഇത് CRD i16 വാൽവ് വരുന്ന എഞ്ചിനാണ്, അതായത് ഡീസൽ എഞ്ചിനാണ്. പ്രൊഡ്യൂസിങ് അറൌണ്ട് 114 bhp ആസ് വെൽ ആസ് 250 Nm ടോർക്ക്. ഇതെന്ന് പറഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി തന്നെ ഭയങ്കര അപാര ബോഡി ക്വാളിറ്റിയാണ്. ഇത് പിന്നെ തുറക്കാൻ തന്നെ ഭയങ്കര പാടുണ്ട്, കാരണം ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ച് സൗണ്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും നല്ല വൃത്തി ഇവിടെ ഐസൊലേഷൻ ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് സൗണ്ട് ഒന്നും അകത്തോട്ട് ക്രീപ്പിന് ആവാതിരിക്കാൻ. നമുക്കിനി അടച്ചിട്ട് സംസാരിക്കാം ഗൈസ്. സോ ഇതാണ് എഞ്ചിൻ ബേ. നമ്മൾ നേരത്തെ കണ്ടുപോലെ എഞ്ചിൻ ബേ ആണ്. സോ ഇവിടുത്തെ ഫ്രണ്ട് അപ്പീൽ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഹ്യുണ്ടായി ക്രെറ്റയുടെ മൊത്തത്തിലുള്ള ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഗൈസ്. 2024 ഫേസ് ലിഫ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇവിടുത്തെ LED ഉണ്ട് വെച്ച് പറയാം. LED ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര DRL എഫക്റ്റ് ആണ്. ഇതൊന്ന് നല്ല രസമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ ഇത് തന്നെയാണ് എൻ്റെ ലുക്ക്. നല്ല രസമുണ്ട്. ഇത് ഭയങ്കര അപ്പ് മാർക്കറ്റ് വൈബ് വരുന്നുണ്ട്, അതായത് ലക്ഷറി ആയിട്ടുള്ള ഒരു വൈബ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഗ്രില്ലെന്നൊക്കെ പറയണ പണ്ടത്തെ ക്രെറ്റയിൽ വരുവാട് ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ ലോഗോ ഒക്കെ നല്ല ബൾജിങ് ആയിട്ട്, പണ്ടെന്ന് പറയുന്നത് നമ്മുടെ വേറൊരു ഫിനിഷാണ് വരുന്നുണ്ട്. ആ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്ന പോലെ ക്യാമറ ഉണ്ട്. പിന്നെ മൊത്തത്തിലുള്ളൊരു ലുക്ക് എന്ന് വെച്ചാൽ നല്ല അപാര ലുക്കാണ്. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് ക്യൂട്ട് ബട്ട് സ്റ്റിൽ ഇറ്റ് അപ്ഹോൾഡ്സ് ദ മാൻലി ക്യാരക്ടർ പോലെ. പിന്നെ ഒരു ഫ്രണ്ടിലൊരു പ്ലേറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ഗ്രേറ്റ്. ഒരു ചങ്കി ഫീൽ, അതായത് വണ്ടിയുടെ ഒരു ഓവറാൾ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറി. ഫ്രണ്ടിലും നല്ല ചങ്കി പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഇതാണ്. വൈറ്റ് LED ലൈറ്റ്സ് ആണ്. അതിൽ ഫോഗ് ലൈറ്റ്സ് വരുന്നില്ല, ബട്ട് സ്റ്റിൽ നല്ല ത്രോ ഉള്ളതുകൊണ്ട് ഫോഗ് ലൈറ്റ്സിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. അത്രയ്ക്ക് നല്ല ത്രോ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്. അപ്പം നിങ്ങളൊന്ന് കമൻസിലൊന്ന് മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന്. ജസ്റ്റ് ഒന്ന് നമുക്ക് റൗണ്ട് അടിച്ച് നോക്കാം. അപ്പോൾ എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പണ്ടത്തെ 2024 മുന്നത്തെ ക്രെറ്റ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാമിലി സെൻട്രിക് ആയിട്ടാണ് അവർ നോക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ക്രെറ്റ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സ്ട്രൈറ്റ് ആയി നമുക്ക് ബോണറ്റ് വഴി തന്നെ തുടങ്ങാം. സോ എൻ്റെ ഫ്രണ്ട് ലൈനിങ്സ് ഒക്കെ നല്ല രസമുണ്ട് കാണാം. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ അഡാസ് നമ്മളിവിടെ ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എലിവേറ്റ് കണ്ടതുപോലെ നിങ്ങൾക്ക് എലിവേറ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എലിവേറ്റിനെ ജസ്റ്റ് ഒന്ന് ഹോണ്ട എലിവേറ്റ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ വന്നേക്കുമ്പോൾ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിലും. പക്ഷേ അതിൽ നിന്ന് വെച്ചാൽ ജസ്റ്റ് ക്യാമറ മാത്രമാണ്. പക്ഷേ ഇവിടെ ക്യാമറ ആസ് വെൽ ആസ് റഡാർ സെൻസർ ഉണ്ട്, സോ ദാറ്റ് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതോ പഴയ ലുക്കാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതോ ഈ ലുക്കാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് പേഴ്സണലി ഈ ലുക്കാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പഴയ ലുക്ക് കുറച്ചുകൂടെ ഫാമിലി വൈബ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് 17 ഇഞ്ച് വീൽസാണ് ഇത് വരുന്നത്. 17 ഇഞ്ച് വീൽസ്. ഇത് ടോപ്പ് ട്രിം മോഡലായതുകൊണ്ട് ആണ് 17 ഇഞ്ച് വീൽസ്. ടോപ്പ് ട്രിമിന് തൊട്ട് താഴത്തെ മോഡൽസൊക്കെ 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നത് പോലെ 215/60 R17 ആണ് ഇതിൻ്റെ ഒരു ടയർ സൈസ്. പിന്നെ ഈ ഒരു അലോയ് കട്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു കട്ടാണ് ഇവിടുത്തെ ഒരു അലോയ്സ് വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയാൻ ഇവിടെ നമ്മൾ ഗ്ലാസ്സിൽ കൂടെ തന്നെ നമുക്കിവിടെ സൈഡ് ഇവിടെ ക്യാമറയുണ്ട്, നിങ്ങൾക്ക് കാണുന്നത് പോലെ. ആൻഡ് ഇറ്റ് ലുക്സ് ഗ്രേറ്റ്. മൊത്തത്തിൽ നല്ല രസമുണ്ട്. അത് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊള്ളാം. പിന്നെ ഇവിടെ നമുക്ക് മുകളിൽ ഇവിടെ റൂഫ് റെയിലിങ്സ് ഉണ്ട്. റൂഫ് റെയിലിങ്സ് ഫംഗ്ഷനൽ അല്ല, ഇവിടെ പ്രത്യേകം ചെയ്ത് വെച്ചിട്ടുണ്ട് നോട്ട് അപ്ലൈ ടു മച്ച് ഫോഴ്സ് എന്ന്. റൂഫ് റെയിലിങ്സ് ഫംഗ്ഷനൽ അല്ല, ബട്ട് ഇറ്റ് ആഡ്സ് ടു ദ ഹോൾ അപ്പീൽ ഓഫ് ദ കാർ. പിന്നെ ഇവിടെ നമുക്കിവിടെ പാസഞ്ചറിന് മറ്റേ റിക്വ സെൻസർ ഇല്ല, ഡ്രൈവർ സീറ്റിന് മാത്രമേ റിക്വ സെൻസർ ഉള്ളൂ. ദാറ്റ്സ് എ ഡൗൺ സൈഡ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ആൻഡ് മൊത്തത്തിലുള്ളൊരു താഴത്തെ ഒരു വർക്കൊക്കെ നല്ല രസമുണ്ട്. ഒരു കുറച്ചുകൂടെ അപ്പ് മാർക്കറ്റ് വൈബ് വരുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ വീലും അതേ സൈസ് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഡീസൽ വേരിയൻ്റ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു ഡ്യുവൽ കളർ ടോണിങ് വരാൻ വേണ്ടി ഇവർ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ലുക്സ് ഓൾസോ ഗുഡ്. പിന്നെ ബാക്ക് സൈഡിൽ പറ്റി സോ കേസ് ബാക്ക് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ആണ്. ഇവിടെ ഫുള്ള് LED യൂണിറ്റ്സ് വെച്ചുള്ള കളിയാണ്. ബാക്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ലൈക്ക് ഇറ്റ് ലുക്സ് ടു ദ ലൈക്ക് ചങ്കി അപ്പിയറൻസ് ഓഫ് ദ കാർ. ആൻഡ് നമ്മുടെ ഹ്യുണ്ടായുടെ ലോഗോ, പിന്നെ ഡിഫോഗർ ആസ് വെൽ ആസ് വൈപ്പർ, ബാക്ക് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ ക്രെറ്റ അതേപോലെ തന്നെ ഇങ്ങനെ സ്കൂപ്ഡ് ഔട്ട് ആയിട്ട് വന്നേക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് തന്നെ 433 ആണ്. 433 ലിറ്റേഴ്സാണ്, വിച്ച് സെയിം ആസ് ദാറ്റ് ഓഫ് ക്രെറ്റ പ്രീവിയസ് ജനറേഷൻ. ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ മൊത്തം ഓവറോൾ ഇതാണ് എൻ്റെ ലുക്ക്. നമുക്കിനി ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം ഗൈസ്. സോ ഇതാണ് എൻ്റെ അകത്തത് വ്യൂ. അകത്ത് ഭയങ്കര സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നടുക്കിരിക്കുമ്പോൾ ഇവിടെ AC വെൻസും 2 ടൈപ്പ് C ഉണ്ട്. പിന്നെ ഇവിടെ ഹുക്ക് ടു ഹോൾഡ് ഓൺ. പിന്നെ നമുക്ക് പ്രൈവസിക്ക് വേണ്ടി നമുക്കിവിടെ ബ്ലൈൻഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ലോക്ക്, ഗ്ലാസ് ട്രീറ്റ്മെൻറ്റ്, ഇവിടെ ഹാൻഡിൽ ടു ഹോൾഡ് ഓൺ. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. 8 യൂണിറ്റ്സ് ആണ് വരുന്നത്. ബോസിൻ്റെ സ്പീക്കേഴ്സ് ടോപ്പ് ട്രിം മോഡലുണ്ട്.
ബോസിൻ്റെ യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ രണ്ട് ബോട്ടിൽ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ സീറ്റിംഗ് വലിയ കുഴപ്പമില്ല, ആവശ്യത്തിന് അണ്ടർ തൈ സപ്പോർട്ട് ഉണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഐ മസ്റ്റ് സേ ദിസ് ഹെഡ് റെസ്റ്റ്, ബാക്കിലത്തെ ആൾക്കാർക്കുള്ള ഹെഡ് റെസ്റ്റ് യൂണിറ്റ് ഭയങ്കര രസമുണ്ട്. ഇതുവരെ റിവ്യൂ ചെയ്ത കാറുകൾക്കൊന്നും ഇത് കണ്ടിട്ടില്ല. നല്ല രസമുണ്ട് ആക്ച്വലി. അത് നല്ല കംഫർട്ടബിൾ ഉണ്ട്. ഒരു ലോങ് റൈഡിനൊക്കെ പോകുമ്പോൾ നല്ല പ്ലഷ് ആയിട്ടിരുന്ന് പോകാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സീറ്റിൻ്റെ നിങ്ങൾ കാണുന്നത് പോലെ അണ്ടർ തൈ സപ്പോർട്ട്, ലെഗ് റൂം എല്ലാം നല്ലതായിട്ടുണ്ട്. പിന്നെ ഹെഡ് റൂം ആയാലും വലിയ കുഴപ്പമില്ല. നമ്മുടെ ഹ്യൂണ്ടായി എക്സ്റ്റർ നിങ്ങൾ കണ്ടത്, ഹ്യൂണ്ടായി എക്സ്റ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാർഡിനെ അവിടെ ഇട്ടേക്കാം. അപ്പോൾ ഹ്യൂണ്ടായി എക്സ്റ്റർ നിങ്ങൾ കണ്ടതുപോലത്തെ അതേപോലെ തന്നെ ഹെഡ് റൂം വലിയ കുഴപ്പമില്ല. അതിൻ്റെ ഹെഡ് റൂം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നുന്നു. ഇറ്റ് ഈസ് ലൈക്ക് ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് അതിൻ്റെ ഹെഡ് റൂം കുറച്ചുകൂടെ അപ്പ് മാർക്കറ്റ് പോലെ തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ഓക്കെയാണ്. ഇവിടെ സീറ്റിന് നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഒരു കുഷനിങ് ഏരിയയും ഇവിടുത്തെ സീറ്റിൻ്റെ റെക്ലൈൻ ആംഗിൾ നല്ല രസമുണ്ട് ആക്ച്വലി, നല്ല കംഫർട്ടബിൾ ഉണ്ട്. പിന്നെ മൂന്ന് പേർക്കും ഇതാണ് എന്താണ് നമ്മുടെ ഇത് സോഫ്റ്റ് എക്സിൻ്റെ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. നടുക്കുള്ള പാസഞ്ചറിനും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സ് നല്ല രസമുണ്ട്, രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ. നടുക്കുള്ള പാസഞ്ചറിന് വലിയ കുഴപ്പമില്ല. ഹമ്പ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹമ്പല്ല, സോ നടുക്കുള്ള പാസഞ്ചറിന് വലിയ കുഴപ്പം വരത്തില്ല. ഇതാണ് ബാക്ക് എന്നുള്ള വ്യൂ ഗൈസ്, നല്ലൊരു വ്യൂ ആയിട്ടുണ്ട്. ആ ഒരു സ്ക്രീന് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ ഗൈസ്, പനോറാമിക് സൺറൂഫാണ് ഇതിൽ വരുന്നത്. ഭയങ്കര രസമാണ്, അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കൂളായിട്ട് സംസാരിക്കാം. സോ ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. നല്ലൊരു പ്ലഷ് ആയിട്ടുള്ള വൈബ് തന്നെയാണ് ഗൈസ്. ഞാൻ കാണുന്ന പോലെ നല്ല ലൈറ്റ് എൻ്റർ ആവുന്ന ഒരു ഏരിയയാണ്. ഇവിടെ റിക്കോർഡർ ഗ്ലാസും മൊത്തത്തിലുള്ളൊരു ഏരിയ, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് കയറാം ഗൈസ്. ഫ്രണ്ടിലായാലും നമ്മൾ എല്ലാ ഡോർ ഹാൻഡിൽസിൽ നമുക്ക് ക്രോമിൻ്റെ ഒരു ഫിനിഷാണ് വന്നേക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ടോപ്പർ മോഡലായാലും ഇവിടെ മാത്രമേ പാസീവ് എൻട്രി നമുക്ക് ഇതുള്ളൂ. സോ ഡ്രൈവർ സീറ്റിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീൽ പറയണം. സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് എന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഓഡിയോ കൺട്രോൾസ്, ആൻഡ് ഈ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇത് നമ്മൾ എലിവേറ്റ് കണ്ടതുപോലത്തുള്ള ഇത് ലൈൻ കീപ്പ് അസിസ്റ്റ്, ക്രൂസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു ഡി ആയിട്ടുള്ള യൂണിറ്റാണ്, നല്ല രസമുണ്ട്, വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് യൂണിറ്റാണ്, കൊള്ളാം മൊത്തത്തിൽ. പിന്നെ നമുക്ക് ഡ്രൈവർ സീറ്റ് ആൻഡ് കോ ഡ്രൈവർ സീറ്റിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, അതിൻ്റെ കൺട്രോൾസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡീസൽ മാനുവലാണ്, ടോപ്പ് ട്രിം മോഡൽ ഡീസൽ മാനുവലാണ്. ഇവിടെ കൺട്രോൾസ് എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ കുറച്ച് സ്പേസ്, ഇവിടെ ഹാൻഡിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇത് മറ്റേ ഇലക്ട്രിക് പാർക്കിംഗ് അല്ല, ഇത് പാർക്കിംഗ് ക്യാമറയാണ്. പിന്നെ ഇത് ഇലക്ട്രിക് പാർക്കിംഗ്, ഓട്ടോ ഹോൾഡ്, ഹിൽ ഹോൾഡ് അസിസ്റ്റൻ്റ് സംഭവമാണ്. പിന്നെ USB-A 12 വാട്ട് ഔട്ട്. ഇതിലെന്ന് പറയുന്നത് ഇവിടെ വയർലെസ് ചാർജിങ്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ വയർലെസ് വരത്തില്ല, വയർഡാണ്, വിച്ച് ഈസ് ഓൺലി അവൈലബിൾ ലൈക്ക് ഇതിൽ കണക്ട് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പിന്നെ ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്, അത് രണ്ടുപേർക്കും രണ്ട് തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് കൺട്രോൾസ്. നമ്മൾ എലിവേറ്റ് കണ്ട അതേ കൺട്രോൾസ്, ജോയിസ്റ്റിക് പോലത്തെ. എലിവേറ്റിൻ്റെ കുറച്ചുകൂടെ ഇങ്ങനെ കട സൗണ്ട് കേൾക്കും, പക്ഷേ ഇത് കുറച്ച് സൗണ്ട് കുറവാണ്, പക്ഷേ അത് കുറച്ചുകൂടെ സാറ്റിസ്ഫൈയിങ് ആണ്. പിന്നെ ചെറിയൊരു മിഡി യൂണിറ്റ്, ഇത് ഒരു രക്ഷയില്ല ഗൈസ്. ഈ ഒരു യൂണിറ്റ് ഭയങ്കര രസമാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് ഓണാക്കി കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഫ്രണ്ടിലത്തെ കൺട്രോൾസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു നല്ല യൂണിറ്റ്, പിന്നെ ഇവിടെ ഇവർ കോപ്പറായിട്ടുള്ള ഒരു കളറൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ യൂണിറ്റ് ഹോണ്ട പോലെ ഭയങ്കര അങ്ങ് തുറന്ന് കിടക്കുകയല്ല, ബട്ട് സ്റ്റിൽ കുറച്ചേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബോണറ്റിൻ്റെ ഏരിയ കാണാൻ പറ്റും. ഇവിടെ AC കൺട്രോൾസ്, ഇവിടെ സ്ഥിരം കാണുന്ന കൺട്രോൾസ് തന്നെ, വലിയ ഫാൻസി ആയിട്ടൊന്നുമില്ല. പിന്നെ എന്തുണ്ട്, പിന്നെ ഇവിടെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഇത് നമ്മൾ സൺറൂഫ്, പനോറാമിക് സൺറൂഫ്, അത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ലൈറ്റ്സ്, ഇതിപ്പം ബാറ്ററി ഡൗൺ ആയിട്ട് ലൈറ്റ്സ് ഇല്ല, ഇവിടെ 2 LED ലൈറ്റ്സ് ഉണ്ട്, നമ്മൾ എലിവേറ്റീവ് ഫ്രെയിം ഇല്ലാത്തതാണ്. പിന്നെ ഇവിടെ മറ്റേ ബ്ലൂടൂത്ത് ലിങ്ക് ആക്കാനുള്ളത്, പിന്നെ മറ്റേ വണ്ടി കൊണ്ടുപോകുന്ന സെറ്റപ്പും സോഴ്സ് കൺട്രോൾസും എല്ലാം ഇവിടെ ഉണ്ട്. ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിററാണ്. ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ അഡാസിനുള്ള ക്യാമറയും വരുന്നത്. കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആദ്യം തന്നെ ഒരു ക്യാമറയുണ്ട്. ഈ ഫ്രണ്ടിലത്തെ കൊണ്ട് രക്ഷയില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ചെറിയ ഗ്രൂസ് കൊടുത്തിട്ടുണ്ട്, സോ ദാറ്റ് കുറച്ച് ഗ്രിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ഗ്ലൗ ബോക്സ് എന്ന് വെച്ചാൽ ഇതാണ്, നല്ലൊരു ഗ്ലൗ ബോക്സ് യൂണിറ്റ് ആണ്, ഭയങ്കര വലുതെന്ന് പറയത്തില്ല, ബട്ട് സ്റ്റിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, ബോത്ത് പാസഞ്ചർ ആൻഡ് കോ പാസഞ്ചറിന് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, വിച്ച് ഇസ് ഓൾസോ എ ഗുഡ് തിങ്. ഞാൻ ഈ സെഗ്മെന്റിൽ വേറെ കാസിൽ അത് കുറവാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. പിന്നെ നമുക്കിതിവിടെ കൺട്രോളബിൾ ആയിട്ടുള്ള ഇതാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ ഹുക്സ് ഉണ്ട്. അവർ കുറേയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ ഡൗൺഫോൾസ് ഉള്ള സംഭവമാണ്. ലൈക്ക് 360 വ്യൂ ക്യാമറയൊക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് നല്ലൊരു ആഡ് ഓൺ ആണെന്നേ പറയത്തുള്ളൂ. പിന്നെ ഈ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. ഞാൻ നെക്സ്റ്റ് ഇനിയിപ്പം നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്ന തൊട്ട് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാറുണ്ട്, സോ നമുക്ക് അതിലോട്ട് പോകാം ഗൈസ്.
ഹേ ഗായ്സ്, അപ്പം ഇതാണ് വണ്ടി ഒന്ന് ഓപ്പൺ ലൈക്ക് ഓൺ ചെയ്തപ്പോൾ ഉള്ള ഒരു ലുക്ക് എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ. ഞാൻ ഒന്ന് AC ഒന്ന് കുറച്ചോട്ടെ. ഭയങ്കര ഡീ കട്ട് സ്റ്റിയറിംഗ് വീല് തന്നെയാണ്, നല്ല രസമുണ്ട്. പിന്നെ കൺട്രോൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം നമ്മളിവിടെ എലിഫന്റിന്റെ റൂം എന്ന് പറഞ്ഞാൽ പനോറമിക് സൺറൂഫ് ആസ് വെൽ ആസ് നമ്മുടെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് യൂണിറ്റ്, രണ്ടും സീംലെസ് ആയിട്ടുള്ളൊരു ലുക്ക് പോലെ തോന്നിക്കും. ബട്ട് ഇവിടെ ഒരു ചെറിയ കട്ടുണ്ട്. ഇറ്റ് ലുക്സ് ആക്ച്വലി കർവ്ഡ്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ ഞാൻ നേരത്തെ എക്സ്റ്റൻഡഡ് റിവ്യൂ കവർ ചെയ്തേക്കും പോലെ സ്ക്രീൻ ഒരു രക്ഷയില്ല. ഭയങ്കര, ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും സ്മൂത്തസ്റ്റ് സ്ക്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ അങ്ങനെ സെറ്റിംഗ്സ് ജിയോ 7 പുതുതായിട്ടൊരു ആപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലൈക്ക് ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളിൻ്റെ കാര്യം, ക്വയറ്റ് മോഡ്, അതായത് ബാക്കിലെ പാസഞ്ചേഴ്സ് ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പാട്ട് വയ്ക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് ആ പാട്ട് എത്താതെ ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് സുഖകരമായിട്ട് ഉറങ്ങാനുള്ള സെറ്റപ്പ്. പിന്നെ വാലറ്റ് മോഡ്, ലൈക്ക് അത് നമ്മളിപ്പോൾ എവിടെയും പോവുകയാണെങ്കിൽ അവിടുന്ന് ലൈക്ക് ഇപ്പോൾ വാലറ്റ് മോഡില്ല, നമ്മൾ ഇറങ്ങിയതിന് ശേഷം താക്കോൽ എവിടെ കൊടുത്ത് അവർ ഭയങ്കര സ്പീഡിലൊന്നും ഓട്ടിക്കാതിരിക്കാനുള്ള ഒരു മോഡാണ് ഈ വാലറ്റ് മോഡ്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ കൺട്രോൾസ് തന്നെയാണ്, നത്തിങ് ഫാൻസി. നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പെട്രോൾ വേരിയന്റിലാണ്. സോ ചെറിയ ചെറിയ ഡിഫറൻസസ് ഇവിടെ ഉണ്ട്, ബാക്കിയുള്ള സംഭവം സെയിം തന്നെയാണ്. ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് സ്പോർട്സ് മോഡ് ആക്കിയിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇടാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെയിം ആണ്. ബാക്കിൽ ഞാൻ പറഞ്ഞതും ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞതും എല്ലാം സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് സൺറൂഫ്, മൊമെന്റ് ഓഫ് ട്രൂത്ത്. സൺറൂഫ് എത്രമാത്രം കിടിലോണെന്ന് നോക്കാം. ഓ നൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. സൺറൂഫ് അജഗജാന്തരമായിട്ടുള്ള സൺറൂഫാണ്. ചെറിയൊരു ഫിലിമും കൂടെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എയറി ഫീൽ, ആ ഒരു ക്യാബിനകത്ത് നല്ലൊരു എയറി ഫീൽ തരുന്നുണ്ട് ഹ്യൂണ്ടായുടെ ലോഗോ. മൊത്തത്തിൽ കൊള്ളാം. പിന്നെ ഇവിടെ ടച്ച് യൂണിറ്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ ഇവിടെയാണ് എൻ്റെ സെറ്റിങ്സും. ഒന്ന് കാണാമല്ലോ അല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം ഗൈസ്. ഇവിടെയാണ് എൻ്റെ സെറ്റിങ്സ്, ഇതാണ് എൻ്റെ കൺട്രോൾസ്, ഇവിടെയാണ് കൺട്രോൾസ്. പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ടോഗിളൊക്കെ ഇവിടെയാണ് ചെയ്യാനുള്ളത്. മൊത്തത്തിൽ ടയർ പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ബാക്കി ഇവിടുത്തെ ഈ കൺട്രോൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ പാട്ടിൻ്റെ കൺട്രോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ ഡിഫറൻസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യുവൽ കൺട്രോൾ AC ഒക്കെ ഉണ്ട്. അത് സോ ദാറ്റ് രണ്ട് സൈഡിലായിട്ടുള്ള ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള കാര്യമാണ്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഇപ്പം ഞാൻ ഓണാക്കിയിരിക്കുകയാണ്. വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓണാക്കാനുള്ള ബട്ടൺ ഇവിടെയാണ്. വെന്റിലേറ്റഡ് സീറ്റ്സിനെ ഇപ്പോൾ ഓണാക്കിയിരിക്കുകയാണ്. ഇത് ഡ്രൈവ് ട്രാക്ഷൻ, അതിപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഡ്രൈവ് ട്രാക്ഷൻ നമുക്കതാണ്ട് ഇതിപ്പം ടോഗിൾ ചെയ്യുമ്പോൾ ഓരോരോ മോഡായത് കണ്ടോ, അത് നല്ല രസമുണ്ട്. നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്, ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഭയങ്കര രസമുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. ഇതിങ്ങനെ ആക്കുമ്പോഴേക്കും ഇങ്ങനെ, ഇതിപ്പോൾ നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഡ്രൈവ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കി അത് എങ്ങനെയാണ് ആ കാറിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കി നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇവിടെ തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോണ്ട ചെയ്തേക്കുന്ന ചെറിയൊരു ഇംപ്ലിമെൻറ്റേഷൻ ഇവരും ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് വേണമെങ്കിൽ ഇതിനെയൊക്കെ മൊത്തത്തിൽ ടച്ചിലോട്ട് കയറ്റാമെന്ന്, പക്ഷേ ഇവർ കീസിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് എന്താണ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു യൂസബിലിറ്റി എന്നൊരു ഫാക്ടർ വരുമ്പോൾ ഈ കീസ് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഓരോരോ കീസ് നമുക്കുമ്പോൾ പെട്ടെന്ന് അതിലോട്ട് പോകുന്നത്. ഇത് ഹസാർഡ്, അത് നല്ലൊരു ഇംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇത് ഓൺ ആക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള 360 വ്യൂ കാണാൻ പറ്റും. വിത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ്, നിങ്ങൾ കാണുന്നത് പോലെ. ഇത് കണ്ടോ, അഡാപ്റ്റീവ് ഗൈഡ് ലൈൻ സെഷനാണ്, കൊള്ളാം. ഇത് നമുക്കിനി ഹോമിലോട്ടൊന്ന് പോകാം ഗൈസ്. ഹോം എവിടെയാ, ഹോം. മൊത്തത്തിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൊള്ളാം. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തെങ്കിൽ ഒന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. സോ ദാറ്റ് ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും.